ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവം അസാധാരണമായി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ദൈവഭക്തന്മാരുടെ ജീവിതത്തിലും അവരൊരിക്കലും നനയ്ക്കാത്ത, ചിന്തിക്കാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. എത്രയെത്ര ഉദാഹരണങ്ങളാണ് ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം ഉപയോഗിച്ചിട്ടുള്ള ജോസഫ് ഒരിക്കലും ചിന്തിച്ചില്ല ദീർഘവർഷങ്ങൾ മരുഭൂമിയിലൂടെ, പൊത്തിഫേറിൻ്റെ ഭവനത്തിലൂടെ, കാരാഗ്രഹത്തിലൂടെയൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമെന്ന്. ദൈവം വിശ്വാസികളുടെ പിതാവായി ഉപയോഗിച്ച അബ്രഹാം ഒരിക്കലും ചിന്തിച്ചില്ല മെസപ്പൊട്ടേമിയയുടെ ഊരിൻ്റെ പട്ടണത്തിൽ നിന്ന് വാഗ്ദത്തം ദൈവം പറഞ്ഞ കനാനിലേക്കുള്ള യാത്രയിൽ ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുമെന്ന്. ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട് വാഗ്ദത്ത നാടായ കനാനിലേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾ ഒരിക്കലും ചിന്തിച്ചില്ല ദീർഘവർഷങ്ങൾ മരുഭൂമിയിലൂടെ ഉഴന്നു നടക്കേണ്ടി വരുമെന്ന് അവരൊരിക്കലും ചിന്തിച്ചില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെയുള്ള ദൈവം ഉപയോഗിച്ചുള്ള ഭക്തന്മാർ, പത്രോസ് ഒരിക്കലും ചിന്തിച്ചു കാണുകയില്ല താൻ മുക്കുവനായി ജോലി ചെയ്ത കാലത്തിൽ നിന്ന് യേശുപ്പായുടെ വാക്ക് കേട്ട്, വാഗ്ദത്തം കേട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് ഒരിക്കലും തനിക്ക് ഒരു കാരാഗ്രഹവാസം അല്ലെങ്കിൽ തന്നെ നാളെ നേരം വെളുക്കുമ്പോൾ കൊന്നുകളയും എന്ന പ്രതിസന്ധിക്കകത്തൂടൊക്കെ പോകേണ്ടി വരുമെന്ന് ഒരിക്കലും ഒരു പക്ഷേ പത്രോസ് ചിന്തിച്ചുണ്ടാകില്ല. നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലാത്ത വിവിധങ്ങളായ മേഖലകളിലൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നോക്കിക്കേ, അവരെ തകർത്ത് കളയാൻ ഒരുപാട് വ്യക്തികൾ എഴുന്നേറ്റിട്ടുണ്ട്. അവരെ ഉന്മൂലനാശം ചെയ്യാൻ ഒരുപാട് ശത്രുവിൻ്റെ പദ്ധതികൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മധ്യത്തിൽ അവരോട് വാഗ്ദത്തം പറഞ്ഞ് അവരെ പിടിച്ചു നിർത്തിയ സ്നേഹസമ്പന്നനായ, വാഗ്ദത്തം നൽകിയ ഒരു ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാഗ്ദത്തമാണ് പ്രാധാന്യം. നമ്മളോട് ദൈവം പറഞ്ഞിട്ടുള്ള ദൈവ ആലോചനകളാണ് പ്രാധാന്യം. ആ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം ഈ പ്രതിസന്ധികളൊക്കെ ആ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് തരുന്ന പ്രമോഷനാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധികൾ മുമ്പിലുണ്ടെങ്കിലും അധൈര്യപ്പെടാതെ സധൈര്യം മുന്നോട്ട് പോകുക. ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായത് ഈ നാളുകളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുക. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും.